അനൂപ് ജേക്കബിന്റെയും മാണി സി കാപ്പന്റെയും കാര്യത്തിൽ തീരുമാനമാവുന്നുണ്ടോ റിനു? കാര്യം അവർ മന്ത്രി പദവിയിൽ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യത തുച്ഛമാണോ എന്ന് പറയുന്നു. അതല്ല ഇനി ടേം വ്യവസ്ഥയിൽ ഒരു മന്ത്രി പദവി എന്ന നിലയ്ക്ക് ഒരു ആലോചന ഉണ്ട്, അതിൽ ഒരു തീരുമാനമായോ? നിലവിൽ മാണി സി കാപ്പനും അതുപോലെ തന്നെ അനൂപ് ജേക്കബും മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളത് എത്ര ശതമാനം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി, കാരണം അവർക്ക് ടേം വ്യവസ്ഥയിലെങ്കിലും മന്ത്രിസ്ഥാനം നൽകുമോ എന്നുള്ളതാണ്. 2 വട്ടം ഇന്ന് അനൂപ് ജേക്കബ് കണ്ടോൺമെന്റ് ഹൗസിലെത്തി വി ഡി സതീശനുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയിൽ അവർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവർക്ക് ടേം വ്യവസ്ഥയിലെങ്കിലും മന്ത്രിസഭയിലേക്ക് അവരെ എത്തിക്കും എന്നുള്ള ഒരു വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം നമുക്ക് വിശ്വസനീയമാണ് എന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും അന്തിമമായിട്ടുള്ള ഘടകകക്ഷികളുടെ ഈ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല, അത് ഉടൻ എത്തും. പക്ഷേ കോൺഗ്രസിന്റെ പട്ടികയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പട്ടികയിൽ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി ഘടകകക്ഷികളുടെയും ഒരു തീരുമാനമുണ്ടാകും, UDF യോഗം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ അന്തിമമായിട്ടുള്ള ആ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അനുമതി വാങ്ങിക്കൊണ്ട് ഗവർണർക്ക് അത് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. മുഖ്യമന്ത്രിയിൽ അടി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമാരുടെ കാര്യത്തിൽ അടി തുടങ്ങും എന്നുള്ളതാണ് പലരും കരുതിയിരുന്നത്. വ്യക്തിപരമായി ഞാനടക്കം അങ്ങനെ കരുതിയിരുന്നതാണ്. എന്നാൽ അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരു അടിയില്ല, കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടക്കുന്നു. അവിടെ ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്ത് അതിന്റെ ഫൈനൽ ലിസ്റ്റ് ഹൈക്കമാൻഡ് കൈമാറുള്ള കോൺഗ്രസ് മന്ത്രിമാരുടെ ഫൈനൽ ലിസ്റ്റ് അവിടെ തയ്യാറാവുന്നു. ബാക്കി ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ ഓൾമോസ്റ്റ് സെറ്റിൽ ഡൗൺ ആയിരിക്കുന്നു കാര്യങ്ങൾ. കേരള കോൺഗ്രസ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. നാളെ തന്നെ എല്ലാ മന്ത്രിമാരുടെ പട്ടിക ഗവർണർ കൈമാറും. മറ്റന്നാൾ ആഘോഷത്തോടെ സത്യപ്രതിജ്ഞ, അങ്ങനെയാണ് വി ഡി സതീശൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.